നാളെ ED അവരുടെ വണ്ടിയുമായിട്ട് നേരെ കയറി ചെല്ലാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ തന്നെയുള്ള ആളുകളുടെ വീട്ടിലേക്കാണെങ്കിൽ അദ്ദേഹം ആ നിലപാടിൽ നിന്ന് പിന്നെ പിന്നോട്ട് പോകാൻ പറ്റുമോ? ED വന്നിരിക്കുന്നത് CMRലെ കരിമണൽ കമ്പനി ആളുകൾക്ക് പൈസ കൊടുത്ത കേസ് അന്വേഷിക്കാനാണ്. അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ വാങ്ങിച്ചിട്ടുള്ള 1,72,00,000 അവസാനിക്കുന്ന ഒരു കേസല്ല. ആ കേസ് വിശദമായി അന്വേഷിക്കുകയും കർത്തയുടെ ഡയറി എടുത്ത് പൂർണ്ണമായ അന്വേഷണത്തിലേക്ക് പ്രവേശിക്കാനാണ് ED അടുത്ത ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാതായിരിക്കും. അങ്ങനെ വന്നാൽ അതിൽ കുറേ പേരുകളുണ്ടാവും. അതിനകത്തുള്ള പേരുകൾക്കകത്ത് RC, KC, കുഞ്ഞാലിക്കുട്ടി, PV, അങ്ങനെ കുറേ പേരുകളുടെ ചുരുക്കം നാമങ്ങൾ അതിനകത്തുണ്ട്. ആ അന്വേഷണം പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയും പൈസ വാങ്ങിക്കുകയും ചെയ്തിരുന്നു. രമേശ് ചെന്നിത്തല സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അന്വേഷണം അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഈ കേസ് ഒരു ജെനുവിൻ കേസാണ്. ഈ കേസിന്മേൽ അന്വേഷണം നടക്കട്ടെ, എവിടെ വരെയും പോകട്ടെ, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നാണെങ്കിൽ നാളെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്കാണ് ED വരുന്നതെങ്കിലോ? അപ്പോൾ ഈ കേസിൻ്റെ വികാസ സാധ്യതകളെ സതീശൻ വളരെ ആലോചനാപൂർവ്വം നോക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു ഘടകം. ഇത് തന്നെ ആയിരിക്കണമെന്നല്ല റീസൺ. ഇതിനകത്ത് ഇപ്പോൾ ഒരു സ്ട്രോങ് പൊസിഷൻ എടുത്തൊരു കമൻറ്റ് പറഞ്ഞാൽ നാളെ ED അവരുടെ വണ്ടിയുമായിട്ട് നേരെ കയറി ചെല്ലാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ തന്നെയുള്ള ആളുകളുടെ വീട്ടിലേക്കാണെങ്കിൽ അദ്ദേഹം ആ നിലപാടിൽ നിന്ന് പിന്നെ പിന്നോട്ട് പോകാൻ പറ്റുമോ? അതുകൊണ്ട് അദ്ദേഹം കരുതലോടെ കാത്തിരിക്കുന്നു എന്ന് വിചാരിക്കാം. എൻ്റെ തിയറി നമ്പർ 1 അതാണ്.